നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 457 457. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ഭാഗം 457. ഇന്ന് പഞ്ചമസ്കന്ധത്തിലെ 4-ാം അധ്യായം 1-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 4-ാം അധ്യായം ശ്ലോകം 1. ശ്രീ ശുകാവാച. അത ഹതത്മുത്പത്തേവാഭിവിജ്യമാനാ ഭഗവല്ലക്ഷണം സാമ്യോപശമവൈരാഗ്യൈ ഐശ്വര്യമഹാവിഭൂതി ഭിരനുദിനമേധമാനാനുഭാവം പ്രകൃതയ പ്രജാ ബ്രാഹ്മണ ദേവതാശ്ച വനിതലസമവാനായാതിതരാം ജഗൃധു. ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, അനന്തരം ജനനത്താൽ തന്നെ പ്രകാശിക്കപ്പെട്ടിരിക്കുന്ന ഭഗവാന്റെ ലക്ഷണത്തോടുകൂടിയും സമഭാവം, ഉപശമം, വൈരാഗ്യം, ഐശ്വര്യം മുതലായ മഹാവിഭൂതികളാൽ ദിവസം തോറും വർദ്ധിച്ചു വരുന്ന മാഹാത്മ്യത്തോടുകൂടിയും ഇരിക്കുന്ന അവനെ മന്ത്രിമാർ മുതലായവരും സാധാരണ ജനങ്ങളും ബ്രാഹ്മണരും ദേവതകളും ഭൂതലത്തിൻ്റെ ധർമ്മപരിപാലനത്തിനായി കൊണ്ട് ഏറ്റവും ആഗ്രഹിച്ചു. ഇപ്പോൾ നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് വാക്കാർത്ഥം പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിച്ചോളൂ. ശ്രീ ശുകമുനി അരുളി ചെയ്തു. ജനനത്തിൽ തന്നെ കാലടികൾ, കൈത്തലങ്ങൾ എന്നീ ഭാഗങ്ങളിൽ വജ്രം, അങ്കുശം മുതലായ രേഖകൾ ഉള്ളതുകൊണ്ട് ഭഗവാന്റെ അംശമാണെന്ന് ഏവർക്കും അറിയുവാൻ സാധിച്ചിരുന്നു. തൻ്റേത് അന്യൻ്റേത് എന്ന ഭാവം നിമിത്തമുണ്ടാകുന്ന പക്ഷപാതം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് എൻ്റെ എന്നും എനിക്കെന്നും നിനക്കെന്നുള്ള വ്യത്യാസമില്ല. അതാണ് പക്ഷപാതം. ഒരു ഭാഗത്തുമില്ല. ഇറ്റ് ഈസ് എ കോമൺ. എല്ലാം നമ്മുടെയാണ്, ഈശ്വരൻ്റെയാണ്. നമ്മൾ തൽക്കാലം സൂക്ഷിപ്പുകാർ അത്ര വിചാരിച്ചാൽ മതി. ശാന്തി, വിഷയങ്ങളിൽ ആശയില്ലായ്മ. ആശ എന്തിലേ ഉള്ളൂ? ഈശ്വരീയത്തിൽ മാത്രമേ ഉള്ളൂ. വൈരാഗ്യം, ലോകത്തിലുള്ളവർക്കില്ലാത്തതായ സാമർത്ഥ്യ വിശേഷമാകുന്ന ഐശ്വര്യം, സർവസമ്പത്തുക്കളുടെയും സമ്പത്തി, അലൗകികമായ തേജോവിശേഷം. അതാണ് നമ്മൾക്ക് വേണ്ടത്. അലൗകികമായ ആധ്യാത്മികമായിട്ടുള്ള തേജസ്സാണ് നമുക്ക് വേണ്ടത്. എന്നീ മഹാഗുണങ്ങൾ അദ്ദേഹത്തിൽ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതിനെ കണ്ടറിഞ്ഞ മന്ത്രിമാർ, പ്രജകൾ, ബ്രാഹ്മണർ, ദേവന്മാർ എന്നിവരെല്ലാം അദ്ദേഹം തന്നെ ഭൂതലത്തെ ധർമ്മപ്രകാരം പരിപാലിപ്പാനുള്ള അധികാരം വഹിക്കണമെന്ന് അത്യന്തം ആഗ്രഹിച്ചു. അപ്പോൾ ഈശ്വരീയമായ ഗുണഗണങ്ങളുള്ളവർ വേണം എന്ത് ചെയ്യാൻ? രാജ്യം പരിപാലിക്കാൻ. അല്ലെങ്കിൽ എന്താ പറ്റുക? രാജ്യത്തിന് അഭിവൃദ്ധി വരില്ല. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ അധ്യായം തുടങ്ങുമ്പോൾ അധ്യായത്തിൻ്റെ ഹെഡിങ് ഇതിൽ പറഞ്ഞിട്ടില്ല. അത് ഈ വിഷയവിവരത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽക്ക് ഞാനത് ഒന്ന് ശ്രദ്ധിക്കാം. അതായത് ഇപ്പോൾ പഞ്ചമസ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതെ, ഋഷഭദേവന്റെ അലൗകികമായ ചരിതം എന്നാണ്. പിന്നെ നാലാമത്തെ എന്താ പറയുക അധ്യായം ഋഷഭദേവന്റെ അലൗകികമായ ചരിതം. അപ്പോൾ ഇത് ആര് ജനിച്ചതിൻ്റെ വിശേഷ പറഞ്ഞത്? ഋഷഭദേവൻ. അത്ര അത് മേലിൽ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ, നിങ്ങൾക്ക് മുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഋഷഭദേവന്റെ അലൗകികമായ ചരിതം എന്നാണ് പറഞ്ഞത്. ഇനി അതിൽ ശ്ലോകം 2 എന്താ പറഞ്ഞത്? തസ്യഹ വായിത്തം വർഷ്മണ വരീയസാ ബൃഹചേകേന സൗജസാ ബലേന ശ്രേയായസസാ വീര്യശൗര്യാഭ്യാം പിതാ ഋഷഭ ഇതീദം നാമ ചകാര. ആ കുട്ടിക്ക് ഋഷഭൻ എന്ന് പേരിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അർത്ഥം മനസ്സിലായില്ല, അല്ല മീൻസ് നമുക്കൊരു ഗ്രിപ്പ് കിട്ടി കഥയുടെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു, വാക്കാർത്ഥം പറയുന്നു. അത്യന്തം ശ്രേഷ്ഠവും മഹത്തുക്കളായ കവികളുടെ പദങ്ങൾക്ക് ആശ്രയവുമായ ഈ കവികളെ എന്ന് പറഞ്ഞാൽ ആരാ? കവികളെ എന്ന് പറഞ്ഞാൽ സത്യം ഉറക്കെ കൂക്കി നിലവിളിച്ച് പറയുന്നവരെന്നർത്ഥം. ആരും ഭയപ്പെടില്ല. കവികൾക്ക് ഭയം ഉണ്ടാവാൻ പാടില്ല. ഇടതെന്നോ വലതെന്നോ ഒന്നുള്ള ഭയം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കവികളുടെ പദങ്ങൾക്ക് ആശ്രയവുമായ ശരീരം കൊണ്ടും തേജസ് കൊണ്ടും ശക്തി കൊണ്ടും ശോഭാതിശയം കൊണ്ടും കീർത്തി കൊണ്ടും പ്രഭാവം ഉത്സാഹം എന്നിവ കൊണ്ടും അവന് പിതാവ് ഋഷഭൻ എന്ന നാമധേയം നിശ്ചയിച്ചു. ഋഷഭം എന്ന് പറഞ്ഞാൽ കാളാന്ന് അർത്ഥം. അപ്പോൾ ഋഷഭൻ എന്ന് പറഞ്ഞാൽ ധർമ്മൻ എന്നർത്ഥം വരും. അപ്പോൾ ഇവിടെ ഋഷഭദേവൻ എന്ന് പറഞ്ഞാൽ ധർമ്മദേവൻ എന്നുള്ള അർത്ഥം വരും. ധർമ്മത്തിനെ ആദരിക്കുന്നവൻ എന്നുള്ള അർത്ഥം വരണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? പിതാവായ നാഭി മഹാരാജാവ്, അപ്പം നാഭിയുടെ മകനാണ് ഇദ്ദേഹം, സ്വപുത്രന് ഋഷഭൻ എന്ന നാമകരണം ചെയ്തു. ശ്രേഷ്ഠൻ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം. ധർമ്മൻ എന്ന് പറഞ്ഞാലും അതന്നെയാണല്ലോ അല്ലേ? അപ്പോൾ മഹാകവികൾക്കും വർണ്ണിപ്പാൻ തക്ക യോഗ്യതയുള്ള ഉത്കൃഷ്ടമായ ശരീരം, ഉജ്ജ്വലമായ തേജസ്, ശരീരബലം, അസാധാരണ ശോഭാവിശേഷം, അലൗകികമായ യശസ്, അതിക്രമിപ്പാൻ അസാധ്യമായ പ്രഭാവം, ക്ഷയിക്കാത്തതായ ഉത്സാഹം എന്നീ ഗുണങ്ങൾ മകനിൽ കണ്ടതുകൊണ്ടാണ് ശ്രേഷ്ഠൻ എന്നർത്ഥമായ ഋഷഭൻ എന്ന പേര് പുത്രന് വെച്ചത് എന്ന് ഈ അർത്ഥം. ഇനി മൂന്നാമത്തെ ശ്ലോകം നോക്കുക. തസ്യ ഹീന്ദ്ര സ്പർദ്ധമാനോ ഭഗവാൻ വർഷേ നവവർഷ തദവതാര്യ ഭഗവാൻ ഋഷഭദേവോ യോഗേശ്വര പ്രഹസ്യാത്മയോഗമായയാ സ്വവർഷമജനാഭം നാമാഭ്യവർഷത്. അതിൻ്റെ വാക്കാർത്ഥം പറയാം. മത്സരം വിചാരിച്ച ഭഗവത് അംശമായ ഇന്ദ്രൻ അവൻ്റെ വർഷത്തിൽ, അതായത് ഭാരതഖണ്ഡത്തിൽ, അവിടെ വർഷം എന്ന് പറഞ്ഞാൽ രാജ്യം എന്നുള്ള അർത്ഥം വരിക, വർഷിച്ചില്ല. അവിടെ ഭാരതഖണ്ഡത്തിൽ വർഷിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ വർഷം എന്നുള്ളതിന് മഴ എന്നുള്ള പേരായി അർത്ഥമായി. അതിനെ ധരിച്ചിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് യോഗങ്ങളുടെ ഫലദാതാവ് ആരാ? ഭഗവാന്റെ അംശാവതാരവുമായ ഋഷഭദേവൻ പുഞ്ചിരി ചെയ്തിട്ട് സ്വന്തം യോഗശക്തി കൊണ്ട്, കടം വാങ്ങാൻ പറ്റില്ല, സ്വന്തം യോഗശക്തി കൊണ്ട് അജനാഭം എന്നുകൂടി പേരുള്ള തൻ്റെ ഖണ്ഡത്തെ, ഭൂപ്രകൃതിയെ അഭിവർഷിച്ചു. അതായത് മഴ പെയ്യിപ്പിച്ചു എന്നർത്ഥം. തൻ്റെ വൈഭവങ്ങളെ കൊണ്ട്, യോഗ വൈഭവങ്ങളെ കൊണ്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. വിരോധഭാവത്തെ പ്രകാശിപ്പിക്കുവാൻ ഒരുങ്ങിയ ഭഗവാനായ ഇന്ദ്രൻ ഈ ഭാരതഖണ്ഡത്തിൽ വർഷിക്കാതിരുന്നു. ഇന്ദ്രന് ഇങ്ങനെ ചില
മോശം സ്വഭാവമുണ്ട്. എന്ത്? തനിക്ക് ഇഷ്ടമില്ലാത്തവർ രാജ്യം ഭരിക്കുമ്പോൾ തനിക്ക് ശത്രുക്കളായി വരുമോ എന്നുള്ളൊരു സംശയം വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷേ ശ്രീകൃഷ്ണനും പാഠം പഠിപ്പിച്ചു. ഇന്ദ്രൻ്റെ എന്താ പറയുക, അഹങ്കാരം ഇല്ലാതെ ഉണ്ടാക്കുന്നുണ്ടായി. ബ്രഹ്മാവിനും ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഒരഹങ്കാരം. അതും വത്സസ്തേയം എന്നുള്ള കഥയിൽ കൂടെ ഭഗവാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഈ ഭാരതഖണ്ഡത്തിൽ ഇന്ദ്രൻ വർഷിക്കാതെയിരുന്നു. ഇന്ദ്രൻ്റെ സ്പർദ്ധ കണ്ടിട്ട് യോഗേശ്വരനായ ഭഗവാൻ ഋഷഭദേവൻ മന്ദഹാസം ചെയ്തു. ഇതിൽ നിന്നൊരു ഗുണപാഠം പഠിക്കണം നമ്മൾ. എന്താ? ആരോടും വൈരാഗ്യം കാണിക്കണ്ട എന്ന് പറഞ്ഞാൽ, തന്നെ അവരവരെ ചീപ്പായിട്ട് കണക്കാക്കി ഒരാളെ വിചാരിക്കുക, ആളോട് നമ്മൾ കൊമ്പ് കൊടുക്കാൻ പോകരുത്, മിണ്ടാണ്ടിരിക്കുക. മൗനാണ് ഏറ്റവും നല്ലത്, അപകടം വരില്ല. മനസ്സിലായോ? അപ്പോൾ മന്ദഹാസം ചെയ്തുകൊണ്ട് അജനാഭം എന്നുകൂടി പേരുള്ള സ്വഖണ്ഡത്തിൽ, ഭാരതഖണ്ഡത്തിൽ ഏതേതു ഭാഗത്ത് എത്രയെത്ര ജലം ആവശ്യമോ ആ പാകത്തിൽ സ്വയോഗമായ പ്രഭാവത്താൽ വർഷിച്ചു എന്നാണ്. ഇപ്പം സാധാരണ മേഘവിസ്ഫോടനം ഉണ്ടായി, അല്ലെങ്കിൽ എന്താണെന്നാ പറയുക, ന്യൂനമർദ്ദം ഉണ്ടായി, മഴ പെയ്ത് കൊട്ടി വെള്ളപ്പൊക്കമാവും. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ഇന്ദ്രന് എവിടേക്കാണ് മഴ വേണ്ടതെന്ന് നോക്കിയപ്പോൾ ഇയാളുടെ ശക്തിയില്ല, അങ്ങോട്ട് വർഷിക്കും. ഇദ്ദേഹത്തെ യോഗബലം ഉള്ളത് കൊണ്ട് എവിടെ എത്ര വേണ്ടു അത്ര ടാപ്പിൽ വെള്ളം എടുക്കുന്ന കൂട്ടത്തിൽ കാര്യം നടത്തും. അപ്പോൾ ആരുടെ കഴിവ് വലുത്? യോഗവൈഭവത്തിനാണ് ബലം. കൺട്രോൾ ചെയ്യാൻ പറ്റും. 4-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. നാഭിസ്തു യഥാഭിലഷിതം സുപ്രജാസ്ത്വം അവരുദ്ധ്യാദി പ്രമോദ ഭരവിഹ്വലോ ഗദ്ഗദാക്ഷരയാ ഗിരാ സ്വൈരം ഗൃഹീത നരധർമ്മം ഭഗവന്തം പുരാണപുരുഷം മായാവിലസിതം അതിർവത്സ താദേതി സാനുരാഗമുപലാളയൻ പരാം നിർവൃതിം ഉപഗത. ഇതാണ് ശ്ലോകം. നാഭിയാകട്ടെ, അതായത് അച്ഛൻ, നാഭിയാകട്ടെ ആഗ്രഹിച്ചതുപോലെ തന്നെ ശോഭന സന്താനയുക്തൻ എന്ന ഭാവത്തെ പ്രാപിച്ചിട്ട് സന്തോഷാധിക്യത്താൽ പരവശനായിട്ട്, സന്തോഷം വന്നാലും പരവശത വരുന്ന പറയാം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പരവശനായിട്ട് ഗദ്ഗദങ്ങളായ അക്ഷരങ്ങൾ അടങ്ങിയ വാക്കുകൊണ്ട് സ്വേച്ഛയാ സ്വീകരിച്ച മനുഷ്യ ശരീരത്തോടു കൂടിയ ഭഗവാനായ പുരാണപുരുഷനെ മായയുടെ ആവേശത്തോടു കൂടിയ ബുദ്ധിയോടു കൂടിയവനായിട്ട് ബാലക, സൗമ്യ എന്നിങ്ങനെ അനുരാഗപൂർവം സമീപത്തിരുത്തി ലാളിക്കുന്നവനായിട്ട് അലൗകികാനന്ദത്തെ പ്രാപിച്ചു. അലൗകികമായ ആനന്ദത്തെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം എനിക്കെന്താ ചെറിയ വരണം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈശ്വരൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? അത് വെച്ച് നോക്കൂ. അപ്പോൾ നാഭിയാകട്ടെ താൻ ആഗ്രഹിച്ചതനുസരിച്ച് സിദ്ധിച്ച, അതായത് തൻ്റെ ഇഷ്ടപ്പടി തനിക്ക് കുഞ്ഞുണ്ടായി, അതാണ് പറഞ്ഞത്. തനിക്ക് താൻ ആഗ്രഹിച്ചതനുസരിച്ച് സിദ്ധിച്ച സൽസന്താനം നിമിത്തം ഉള്ളിലടങ്ങാത്ത സന്തോഷാധിക്യത്താൽ പരവശനായി ഭവിച്ചു. ഈശ്വരൻ തന്നെ ശേഷയാ മനുഷ്യ ശരീരത്തിൽ ധരിച്ച് സ്വപുത്രഭാവത്തെ അംഗീകരിച്ചിരിക്കുന്നതാണെന്ന് മായാവേശം നിമിത്തം അറിയാത്തതിനാൽ, അതായത് ഇദ്ദേഹം പൂർവജന്മത്തിൽ ചോദിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങ് മകനാവണം എന്ന്. അതിന് യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ താൻ യജ്ഞയാഗങ്ങൾ ചെയ്ത് സന്തോഷിപ്പിച്ച ഭഗവാൻ തനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്നും അതാണ് ഈ കുട്ടിയെന്നൊന്നും മനസ്സിലായില്ല. അത് മനസ്സിലായ എന്തുണ്ടാവും? അഹങ്കാരം വരും. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? മായയെ പ്രയോഗിച്ച്
വൃത്താന്തം അറിഞ്ഞിട്ടില്ലയാണ്. അപ്പോൾ പുത്രനുള്ള പരമാനുരാഗത്തെ പ്രകാശിപ്പിച്ച് വത്സ താത, അത് താത എന്ന് പറഞ്ഞാൽ അവിടെ അച്ഛൻ എന്നല്ല അർത്ഥം, വത്സ മകനെ തന്നെ അർത്ഥം. എന്നിങ്ങനെ ഗദ്ഗദാക്ഷരവാക്കുകളാൽ വിളിച്ച് അരികത്തിരുത്തി ലാളിക്കുന്ന സമയം പരമാനന്ദത്തെ പ്രാപിച്ചു. ഗൃഹീത നരലോക സധർമ്മം എന്ന് പാഠാന്തരം. ഗൃഹീത നരലോക സധർമ്മം എന്ന ഈ ആശാപാശങ്ങൾ ഉണ്ടായ, ആശാപാശം ഇല്ലെങ്കിലോ മോക്ഷമായി. അപ്പോൾ എന്ന് പാഠാന്തരം ശ്രേഷ്ഠയാ സ്വീകരിച്ച മനുഷ്യാവതാര ധർമ്മത്തോടു കൂടി എന്നർത്ഥം. ഭഗവാൻ എന്താ ചെയ്തിട്ടുള്ളത്? ശ്രേഷ്ഠയാ സ്വീകരിച്ച മനുഷ്യാവതാര ധർമ്മത്തോട് കൂടിയിട്ടെന്നുള്ള അർത്ഥം. നമ്മളെ അറിയാത്ത കാര്യം പറഞ്ഞു മനസ്സിലാക്കി. ഇനി 5-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? രാഗം അപൗരപ്രകൃതി ജനപദോ രാജാനാഭിരാത്മജം സമയസേതുരക്ഷായാം അഭിഷിച്യ ബ്രാഹ്മണേ ശുഭനിധായ സഹ മേരുദേവ്യാ വിശാലായാം പ്രസന്ന നിപുണേന തപസാ സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവം ഉപാസീന കാലേന തന്മഹിമാനമവാവ. ഇതാണ് ശ്ലോകം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ പൗരന്മാർ തുടങ്ങിയുള്ള പ്രകൃതി ജനമാകുന്ന പ്രമാണത്തോടുകൂടിയ, കുറച്ച് ഘനമുള്ള വാക്കുകളാണ്. പൗരന്മാർ തുടങ്ങിയുള്ള പ്രകൃതി ജനമാകുന്ന പ്രമാണത്തോടു കൂടിയ നാഭി. അതിനെന്താ അർത്ഥം പറയാ? നാഭിരാജാവ് അറിയപ്പെട്ട അനുരാഗത്തോടുകൂടിയ പുത്രനെ സമയാനുസരണ മര്യാദയെ രക്ഷിക്കുന്നതിൽ അഭിഷേകം ചെയ്തിട്ട്, കുട്ടീനെ വേഗം രാജാവാക്കിയ തന്നെ ബ്രാഹ്മണരിൽ സമർപ്പിച്ചിട്ട് മേരുദേവിയോടുകൂടി ബദരികാശ്രമത്തിൽ പ്രസന്നവും നിപുണവുമായ തപസ്സുകൊണ്ടും സമാധിയോഗം കൊണ്ടും നരനാരായണൻ എന്ന പേരോടുകൂടിയ ഭഗവാനായ വാസുദേവനെ, നരനാരായണൻ എന്നുള്ളത് വാസുദേവൻ്റെ പേരാണ്, ഭഗവാനായ വാസുദേവനെ ഭജിക്കുന്നവനായിട്ട് കാലത്തിൽ അദ്ദേഹത്തിൻ്റെ മഹിമയെ പ്രാപിച്ചു. അതായത് കുട്ടീനെ പെട്ടെന്ന് രാജാവാക്കി വാഴിച്ച് ബ്രാഹ്മണരെ ഏൽപ്പിച്ചു. അതാണ് ബ്രാഹ്മണ്യമുള്ളവരെ ഏൽപ്പിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിച്ചോളൂ. മന്ത്രിമാർക്കും സാധാരണ ജനങ്ങൾക്കും പൗരന്മാർക്കും, മന്ത്രിമാരെ സാധാരണ ജനങ്ങളെ പൗരന്മാർക്കും സ്വപുത്രനിൽ പരമാനുരാഗമുള്ളതായിട്ട് നാഭി രാജാവ് അറിഞ്ഞു. അവരുടെ അഭിപ്രായത്തെ പ്രമാണമാക്കി സ്വീകരിച്ച് അവരുടെ സമ്മതപ്രകാരം കാലോചിത ധർമ്മ സംരക്ഷണത്തിൽ ആത്മജനെ അഭിഷേകം ചെയ്തു. ബ്രാഹ്മണ വശവർത്തിയായിട്ട് രാജപരിപാലനം ചെയ്യുവാൻ നിശ്ചയിച്ചു. ഭാര്യയായ മേരുദേവിയോടുകൂടി വാനപ്രസ്ഥാശ്രമ ധർമ്മത്തെ സ്വീകരിച്ച് ബദരിയാശ്രമം പ്രവേശിച്ചു. പരന്മാരെ അനുഗ്രഹിക്കുന്നതിൽ, ഭഗവാൻ പരന്മാരെ അനുഗ്രഹിക്കുന്നതിൽ സമർത്ഥമായിരിക്കുന്ന തപസ്സുകൊണ്ടും മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുന്നതായ സമാധിയോഗം കൊണ്ടും. ഈ സമാധി എന്ന് പറഞ്ഞാൽ എന്താ? അനങ്ങാണ്ടിരിക്കലല്ല, മനസ്സിനെ, ചഞ്ചലിപ്പുള്ളതാ മനസ്സിനെ, അതിനെ ഏകാഗ്ര വിഷയമായിട്ട് ആത്മാവിൽ ഉറപ്പിക്കുന്നതിനാണ് സമാധിയോഗം എന്ന് പറയാം. അപ്പോൾ സമാധിയോഗം കൊണ്ടും നരനാരായണൻ എന്ന സുപ്രസിദ്ധ നാമത്തെ അംഗീകരിച്ച് ബദരിയാശ്രമത്തിൽ ഭക്താനുഗ്രഹത്തിനായി പ്രത്യക്ഷമൂർത്തിയായി വിളങ്ങുന്ന ഭഗവാൻ വാസുദേവനെ സേവിച്ചു പോന്നു. ബഹുകാല അഭ്യാസത്താൽ, അതാണ് ബഹുകാലം, വളരെയധികം സമയമെടുക്കും ഈ മനസ്സിനെ അടക്കാൻ.
അതിൽ അദ്ദേഹം വിജയിച്ചു. ജീവൻ മുക്ത നിലയെ പ്രാപിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കൂടി ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ചേച്ചി ഒരാളുണ്ട് എനിക്ക്, അവരായിട്ട് സംസാരിച്ചു. ഒരു മനുഷ്യായുസ് വേണം നമ്മുടെ ബുദ്ധിനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കാൻ എന്ന് പറഞ്ഞ എന്താർത്ഥം? ഞാൻ എപ്പോഴും എന്നെ ഉദാഹരിക്കാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൽ ഞാൻ പറയും, ഒരു പുരുഷായുസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കെന്നെ 74 വയസ്സായി. അപ്പോൾ ആ 74 വയസ്സിൽ എനിക്ക് 47 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ശിഷ്യപ്പെടുന്നത്. പക്ഷേ ആദ്യത്തെ കുട്ടിക്കാലം മുതൽക്കൊരു 20 വർഷം അച്ഛൻ്റെ ഒരു ശിക്ഷണം വിവേകം ഉണ്ടാവണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ വിവേകം? വേർതിരിച്ചറിയാൻ, ശരിയും തെറ്റും, കാശിൻ്റെ പിന്നാലെ ഓടരുത്. അപ്പോൾ ലൗകികത അല്ല പ്രമാണം, അലൗകികതയാണ് പ്രമാണം എന്നുള്ളൊരു വിത്ത് എൻ്റെ അച്ഛൻ എനിക്ക് പാവി തന്നിട്ടുണ്ട്. അതിനെ കരുണാകരൻ പിള്ള സാറ് ശ്രേഷ്ഠമായ രീതിയിൽ ഒന്ന് പോളിഷ് ചെയ്ത് തന്നു, ഉപദേശം തന്നു. അപ്പോൾ പ്രമോഷൻ വേണ്ടാന്ന് പറയാനുള്ളൊരു കൗതുകം മനസ്സിലുണ്ടായി. അങ്ങനെ ഉണ്ടായത്. അപ്പോൾ നമുക്ക് സമ്പത്ത് കൊണ്ട് നേടാൻ സാധിക്കാത്ത ശാന്തിയും സമാധാനവും ആധ്യാത്മികത കൊണ്ട് സാധിക്കും. അത് ഞാൻ പ്രാക്ടീസ് ചെയ്തു, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഉണ്ടാവണമെന്നല്ല. ഒരായുസ്, ഒരു പുരുഷായുസ്സെങ്കിലും വേണ്ടി വരുന്നുണ്ട് ആ ഒരു രീതിയിലെത്താൻ. അല്ലാതെ കണ്ട് വിശേഷേണ ഒരാളെ നമസ്കരിച്ചത് കൊണ്ടോ ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ കൊടുത്തത് കൊണ്ടോ 5 10 കോടി കൊടുത്താലും ഈശ്വരൻ നമ്മൾക്ക് വംശംവദനാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈശ്വരീയത നമ്മളെ പുലുകാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവാം ഇതിൻ്റെ പിന്നിൽ ഒരാളുടെ ഒരു കളിയുണ്ട് എന്ന് മനസ്സിലാക്കണം. വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി അപ്പം മനസ്സിലാക്കണം, അലർട്ട് ചെയ്യണം നമ്മളേനെ. അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കില്ല എന്നൊരു ശപഥം ചെയ്യണം. അതുകൊണ്ടാണ് ബഹുകാല അഭ്യാസത്താൽ എന്ന് പറയാൻ കാരണം. പ്രമോഷയോ ഇനി 6ാമത്തെ ശ്ലോകം. യസ്യഹ പാണ്ഡവേയ ശ്ലോകാവുദാഹരന്തി കോനു തൽ കർമ്മ രാജർഷേർനാഭേരന്വാചരേത് പുമാൻ അപത്യതാമഗാദസ്യ ഹരിശുദ്ധേന കർമ്മണാം. ഹേ പാണ്ഡവ കുലജാത, യാതൊരുവനെ സംബന്ധിച്ച 2 ശ്ലോകങ്ങൾ ഉദാഹരിക്കുന്നു. രാജർഷിയായ നാഭിയുടെ ആ കർമ്മത്തെ ഏതൊരു പുരുഷൻ അനുചരിക്കും? ഇവിടെയാണ് കളി കിടക്കുന്നത്. യാതൊരുവൻ്റെ പരിശുദ്ധ കർമ്മത്താൽ ശ്രീ ഭഗവാൻ പുത്രഭാവത്തെ പ്രാപിച്ചു. അതല്ലേ സത്യത്തിൽ നാഭിയുടെ ഔചിത്യപൂർണമായ ഈശ്വരാരാധനയുടെ ഫലമായിട്ടാണ് ഋഷഭൻ എന്ന ഈശ്വരൻ്റെ അവതാരം നടന്നത്. അപ്പോൾ ആ അവതാരം ഋഷഭദേവൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ബ്രാഹ്മണരാലും സ്വപ്രജകളാലും മന്ത്രിമാരാലും ഈ കുട്ടി സർവശ്രേഷ്ഠനായി തീരും എന്നുള്ളത് എല്ലാ ഗുണഗണങ്ങളും ലക്ഷണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് മേരുദേവീനെയും കൂട്ടിയിട്ട് ഈ രാജാവ് എന്ത് ചെയ്തത്? ഋഷഭൻ്റെ അച്ഛൻ എന്ത് ചെയ്തത്? കള്ളു കുടിച്ച് കുത്തി മറിയാനാണോ പോയത്? അല്ല. ബാക്കി ശിഷ്ടകാലം ബദരികാശ്രമത്തിൽ ശ്രീ വാസുദേവനെ, നരനാരായണ ഋഷികൾ എന്ന പേരോട് കൂടിയിരിക്കുന്ന ആ ഭാഗവത മൂർത്തിനെ തപസ് ചെയ്യാൻ വേണ്ടി പോയി തൻ്റെ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിക്കുന്ന സമാധി യോഗത്തിൽ വിജയിച്ചു. ഇത്രയും മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? ഹേ പാണ്ഡവകുലത്തിൽ ജനിച്ച ഭക്തനായ പരീക്ഷത്തെ, ഇതാരാ പറഞ്ഞത്? പിന്നെ എന്താ പറയുക, വേദവ്യാസന്റെ മകൻ സുഖബ്രഹ്മർഷി.
നാഭിയുടെ യശസ്സിനെ വർണ്ണിക്കുന്നതിനായി പൂർവകവികൾ ഈ 2 പദ്യങ്ങൾ ഉദാഹരിക്കുന്നു. രാജർഷിയായ നാഭിയുടെ ആ കർമ്മത്തെ അനുസരിച്ച് കർമ്മം ചെയ്യുവാൻ ലോകത്തിൽ ആർക്ക് സാധിക്കും? അതായത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് അങ്ങ് എൻ്റെ മകനായി പിറക്കണമെന്ന് പറയാൻ സാമാന്യ ധൈര്യം വേണ്ടേ? കർമ്മകുശലത വേണ്ടേ? അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ പറഞ്ഞു, പിന്നെ യാതൊരുവൻ്റെ ഭക്തിഭാവത്താൽ പരിശുദ്ധമായ കർമ്മം നിമിത്തം പ്രസന്നനായ ശ്രീ ഭഗവാൻ തന്നെ പുത്രനായി അവതരിച്ചുവല്ലോ. ഈ 2 തീരുമാനങ്ങൾ സാധാരണക്കാരനായ നമ്മൾക്ക് ഈശ്വരീയതയുടെ ഗഗനമായ അവസ്ഥയെ എങ്ങനെ പ്രാപിക്കാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയോ? നമ്മൾ എത്ര പ്രാവശ്യം ഭാഗവതം വായിച്ചു, എത്ര പ്രാവശ്യം സപ്താഹം കേട്ടു, സപ്താഹം നടത്തി, എത്ര അന്നദാനങ്ങൾ ചെയ്തു? വേണ്ടത് പഠിക്കണം, വേണ്ടേ? അതാണ് പറഞ്ഞത്. അപ്പോൾ 7ാമത്തെ ശ്ലോകം, ബ്രഹ്മണ്യോ അന്യ കുതോ നാഭിർവിപ്രാമംഗളപൂജിത യസ്യ ബർഹിഷി യജ്ഞേശം ദർശയാമാസുരോജസ. അതായത് നാഭിയിൽ നിന്ന് അന്യനായിട്ട്, അതായത് നാഭി അല്ലാതെ കണ്ട് ബ്രാഹ്മണ ഭക്തൻ ആരാകുന്നു? നാഭീൻ്റെ അത്ര വലിയ ബ്രാഹ്മണ ഭക്തൻ ആരാകുന്നു? ആരുമില്ല. അങ്ങനെ ഉണ്ടായത്. എന്നിട്ടോ യാതൊരുവൻ്റെ യജ്ഞത്തിൽ ബ്രാഹ്മണർ മംഗളങ്ങളാൽ പൂജിക്കപ്പെട്ടവരായിട്ട് മന്ത്രപ്രഭാവത്താൽ ഭഗവാനെ ദർശിച്ചു. എത്ര ആൾക്ക് സാധിച്ചിട്ടുണ്ട്? യജ്ഞയജമാനനെ, അല്ലെങ്കിൽ യജ്ഞത്തിന് കാശ് ചിലവാക്കിയുള്ള ധനധാന്യം ചെലവാക്കിയിട്ടുള്ള ആളെ പ്രത്യക്ഷത്തിൽ മന്ത്രവൈഭവം കൊണ്ട് ജഗദീശ്വരനെ ദർശിപ്പിക്കാൻ എത്ര ആൾക്ക് സാധിച്ചിട്ടുണ്ട്? അതാ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. നാഭിക്ക് തുല്യനായ ബ്രാഹ്മണ ഭക്തൻ ലോകത്തിൽ അന്യൻ ഏതൊരുവനാകുന്നു? ഉണ്ടായിട്ടില്ല. ബ്രാഹ്മണ ഭക്തി ഉണ്ടായിട്ടില്ല, ആരുമില്ല. എന്തുകൊണ്ടെന്നാൽ യാതൊരുവൻ്റെ യജ്ഞത്തിൽ അദ്ദേഹത്താൽ ദക്ഷിണ മുതലായ മംഗളപദാർത്ഥങ്ങളാൽ സത്കരിക്കപ്പെട്ട ബ്രാഹ്മണർ സന്തുഷ്ടരായിട്ട്. അപ്പോൾ ഋത്തിക്കുകൾ സന്തുഷ്ടരായാൽ എല്ലാം നടക്കും. പക്ഷേ അവരെ സന്തോഷിപ്പിക്കത്തക്ക വിധത്തിലുള്ള മൂല്യങ്ങൾ, ദക്ഷിണാദികൾ കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പിശുക്ക് കാട്ടിയോണ്ട് കാര്യമില്ല എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ യജ്ഞഫലദാതാവായ ഭഗവാനെ മന്ത്രങ്ങളുടെ പ്രഭാവത്താൽ പ്രത്യക്ഷനായിട്ട് നാഭിക്ക് കാട്ടിക്കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയെ പ്രീതിപ്പെടുത്താവുന്ന രീതിയിൽ ദക്ഷിണ നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ അടുത്ത ശ്ലോകം 8 എന്താ പറഞ്ഞത്? അധ ഹ ഭഗവാൻ ഋഷഭദേവ സ്വവർഷം കർമ്മക്ഷേത്രം അനുമന്യമാന പ്രദർശിത ഗുരുകുലവാസോ ലബ്ധാവരേ ഗുരുഭിരനുജ്ഞാതോ ഗൃഹമേദിനാം ധർമാനനു ശിക്ഷമാണോ ജയന്ത്യാം ഇന്ദ്രദത്തായാം ഉഭയലക്ഷണം കർമ്മ സമാപ്നായാം നാദം അഭിയുജ്ജന്നാത്മജാനാമാത്മസമാനനാം ശതം ജനയാമാസ. അത്രയും പോയി പറയണു. അനന്തരം ഭഗവാന്റെ അംശാവതാരമായ ഋഷഭദേവൻ തൻ്റെ ഭൂമിഭാഗത്തെ കർമ്മക്ഷേത്രമായി വിചാരിച്ചിട്ട്, അതാണ് ഭാരതം കർമ്മക്ഷേത്രമാണെന്ന് പറയാൻ കാരണം, പ്രദർശിപ്പിക്കപ്പെട്ട ഗുരുകുലവാസത്തോടു കൂടിയവനായിട്ട് ഗുരുകുല വിദ്യാഭ്യാസം മടക്കി കൊണ്ടുവരുന്ന വേണം. എന്താ കാരണം? എല്ലാവരുടെയും ഇൻ്റലിജൻസിനെ മനസ്സിലാക്കാനുള്ള ഗുരുവിനെ അവരവരാഗ്രഹിക്കുന്ന ഫലത്തെ കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ജ്ഞാനം അവർക്കുണ്ടായിരുന്നു. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഇപ്പം ഇന്ന്. അപ്പോൾ ഗുരുകുലവാസത്തോടു കൂടിയവനായിട്ട് ലഭിക്കപ്പെട്ട അഭീഷ്ടങ്ങളോടുകൂടിയ ഗുരുക്കന്മാരാൽ അനുവദിക്കപ്പെട്ടവനായിട്ട് ഗൃഹസ്ഥാശ്രമികളുടെ ധർമ്മങ്ങളെ അഭ്യസിപ്പിക്കുന്നവനും
ശാസ്ത്രങ്ങളാൽ പറയപ്പെട്ട രണ്ടുവിധം ലക്ഷണങ്ങളോടുകൂടിയ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവനുമായിട്ട് ഇന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തിയിൽ തനിക്ക് സദൃശന്മാരായ 100 പുത്രന്മാരെ ജനിപ്പിച്ചു. അതായത് ഋഷഭദേവൻ ഇന്ദ്രൻ്റെ ഇന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തിയിൽ 100 മക്കൾ തനിക്ക് തുല്യന്മാരായിട്ട് ഭഗവാൻ ഋഷഭദേവൻ ഉൽപ്പാദിപ്പിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതിൻ്റെ ഭാവാർത്ഥത്തോടു കൂടിയിട്ട് ഈ എപ്പിസോഡ് നിർത്താം. നാഭി മഹാചരിതം പറഞ്ഞതിൽ പിന്നെ ഋഷഭദേവ ചരിതം പറയുന്നു. പിതാവ് വാനപ്രസ്ഥത്തെ അംഗീകരിച്ചു പോയതിൽ പിന്നെ ഭഗവാന്റെ അംശാവതാരമായ ഋഷഭദേവൻ തൻ്റെ ഭൂമിഭാഗമായ അജനാഭവർഷം ഭാരതവർഷം സ്വർഗാദി പുണ്യലോകങ്ങളെയും മോക്ഷത്തെയും സമ്പാദിക്കുവാൻ ഉപകരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിപ്പാനുള്ള സ്ഥാനമാണെന്ന് നിശ്ചയിച്ച് 2 കാര്യത്തിലാണ്. ഒന്ന് കർമ്മ പദ്ധതി കൊണ്ട് സ്വർഗം നേടാനും, ഒന്ന് ജ്ഞാനശക്തി കൊണ്ട് മോക്ഷം നേടാനും 2 പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. ഒന്ന് മോക്ഷം നേടുക, വേറൊന്ന് വൈകുണ്ഠം നേടുക. അപ്പോൾ പറയണു, തൻ്റെ അനുഷ്ഠാനദ്വാര അതിലെ നിവാസികളെ അഭ്യസിപ്പിക്കണമെന്ന് ഉറപ്പിച്ചു. അതാണ് അനുഷ്ഠാനങ്ങളെ കൊണ്ട്. ഭഗവത് അവതാരമായതിനാൽ ജന്മന ജ്ഞാനവാനാണെങ്കിലും ഗുരുകുലവാസം ചെയ്ത് വിദ്യ അഭ്യസിച്ചു. അവസാനം ഗുരുക്കന്മാർക്ക് സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന വിധത്തിൽ ഗുരുദക്ഷിണ ചെയ്തു. ഗൃഹസ്ഥാശ്രമം സ്വീകരിപ്പാൻ അവരിൽ നിന്ന് സമ്മതം വാങ്ങി. അപ്പോൾ തനിക്കിഷ്ടമുള്ളവരെ വിവാഹം കഴിക്കലല്ല പണ്ടത്തെ കാലത്ത്, ഗുരുനാഥന്മാരുടെ ആശീർവാദത്തോടു കൂടിയിട്ടാണ് വിവാഹം. ഇന്നങ്ങനെയല്ല. മക്കൾ നേരിട്ട് പറയാണ് അച്ഛനമ്മമാരോട്, ഞാനൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. പറഞ്ഞല്ലേ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ യൂട്യൂബിൽ ഒരു കഥ കാണണ്ടായി. അത് പറയാണ്ട് പോയാൽ ഔചിത്യമില്ല. എന്താ കഥ? ഈ ഒറ്റപ്പാലം ഭാഗത്ത് ഒരു കുടുംബം, സാധാരണ കുടുംബം, ഒരമ്മയും ഒരു മകനും, അച്ഛനില്ലാണ്ട് വളരുക. അപ്പോൾ മകൻ എന്ത് ചെയ്തു? ഒരു ബസ്സിൽ ക്ലീനറായി, കണ്ടക്ടറായി, ഡ്രൈവറായി. എന്നിട്ട് അമ്മയ്ക്ക് സഹായമാവണം പറഞ്ഞിട്ടൊരു പെൺകുട്ടീനെ അമ്മയുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച് അതിലൊരു കുട്ടി ഉണ്ടായി. പക്ഷേ ആ പെൺകുട്ടി എക്സ്ട്രാ ഓർഡിനറി ഇൻ്റലിജൻ്റ് ആയിരുന്നു, പഠിക്കാൻ നല്ല ഗെയിമിയായിരുന്നു. അപ്പോൾ ഹയർ സ്റ്റഡീസൊക്കെ കൊടുത്ത് അവൾക്ക് PSC സെലക്ഷനൊക്കെ കിട്ടി. പാലക്കാട് കളക്ടറേറ്റിൽ ജോലി. ഇയാളപ്പോഴും കണ്ടക്ടറായിട്ട് ഡ്രൈവറായിട്ട് തുടരുകയാണ്. അപ്പോൾ ധാരാളം ലോൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ജപ്തി നോട്ടീസ് വരികയാണ്. ജപ്തി നോട്ടീസ് വരുന്ന സമയത്ത് മകൻ പറഞ്ഞു, ഞാൻ ഭാര്യേനെ ഒന്ന് കണ്ട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ പറഞ്ഞു പോയി. അവിടെ പോയപ്പോൾ ഇയാൾ ഇറങ്ങിപ്പോയത് ഈ ഡ്രൈവറുടെ വേഷത്തിലാണ്. അപ്പോൾ ഇവള് ഓഫീസർ ഗ്രേഡാണ്. അപ്പോൾ കളക്ടറായിട്ട് എന്തോ മീറ്റിംഗ് ആണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റിയില്ല. പിന്നെ അവളെ അറിഞ്ഞു ഇങ്ങനെ ഭർത്താവ് ഡ്രൈവറുടെ വേഷത്തിൽ വന്നിട്ടുണ്ട്, അത് അവളുടെ സ്റ്റാറ്റസിന് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കാണാൻ സമ്മതിക്കാതെ കണ്ട് വേറൊരു ഭാഗത്തു കൂടെ കണ്ണു വെട്ടിച്ച് നടന്നു അത്രേ. ഇയാൾ പോയി പിന്നെ വഴി തടഞ്ഞ് എന്താ നീ ഇങ്ങനെ ചെയ്ത് ആന ചേന. അപ്പം ചുരുക്കി പറഞ്ഞാൽ അവൾക്ക് ഇയാളേനെ തഴഞ്ഞാൽ തറക്കടില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു അത്ര പെരുമാറ്റം.
അപ്പം അത്രത്തോളം പരിഹസിക്കപ്പെട്ടപ്പോൾ ഇയാൾക്കൊരു വാശി തോന്നി നേരെ വീട്ടിൽ പോയി കുട്ടിയെ കണ്ടു. കുട്ടിയെ കണ്ടപ്പോൾ കുട്ടി പറഞ്ഞു, അച്ഛാ ഇവിടെ ഇടയ്ക്കൊരു അങ്കിള് വരാറുണ്ട് അമ്മയുടെ ഒപ്പം. അവർ വാതിലടച്ച് സ്വകാര്യം പറഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ എന്നെ രണ്ടുപേരും മാറി മാറി തല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അച്ഛമ്മയുടെ അടുത്തേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് വാശി പിടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മകൻ്റെ വാക്കുകൊണ്ട് ഏതൊരച്ഛൻ അറിയാൻ പാടില്ല അത്രയും കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒരു മ്യൂച്വൽ ഡൈവോഴ്സിന് വേണ്ടി സമ്മതിപ്പിച്ചു എന്നും ഡൈവോഴ്സും വാങ്ങി. ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ്. അങ്ങനെ മകൻ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു, സ്കൂളിലൊക്കെ പറഞ്ഞയക്കാൻ തുടങ്ങി. ഇയാൾക്കൊരു വാശി കയറി. ഇയാൾ ഈ ഡ്രൈവർ പണി ചെയ്തു. സ്വകാര്യമായിട്ട് പരീക്ഷ എഴുതി ഒരു ഡിഗ്രി വാങ്ങിയിട്ട് സിവിൽ സർവീസിന് വേണ്ടി പഠിച്ചു എന്നാണ് പറയണത്. അങ്ങനെ ഇയാൾ കളക്ടറാവുകയാണ്. ഇത് സിനിമയാണോ ചോദിച്ചാൽ അല്ല. അപ്പോൾ കളക്ടറായിട്ട് പാലക്കാട് തന്നെ കളക്ടറായിട്ട് വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം അയാൾ ചെയ്തത് ഈ ഡൈവോഴ്സ് വാങ്ങിയിട്ടുള്ള ഭാര്യേൻ്റെയും അവളുടെ കാമുകനെന്ന് പറയുന്ന കൂട്ടുകാരൻ്റെയും ഫയലൊക്കെ നോക്കി. അപ്പോഴേക്കും അവർ വലിയ മാളികയൊക്കെ വാങ്ങി വലിയ മുന്തിയ ഇനം കാറൊക്കെ വാങ്ങി സുഖലോലുപന്മാരായിട്ട് നടക്കാമെന്നാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇയാളൊരു മാസത്തിൻ്റെ ഉള്ളിൽ ഈ ഫയലുകളൊക്കെ ചെക്ക് ചെയ്ത് ഇവർ എത്രത്തോളം മാൽ പ്രാക്ടീസസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കി കേസ് ചാർജ് ചെയ്തു. അപ്പോഴേക്കും പിന്നെ അവൾ എന്താണ് പറയുക, ക്ഷമായാചനൊക്കെ ചെയ്ത് കരഞ്ഞു പിടിച്ച് കാലൊക്കെ പിടിച്ചു എന്നാണ് പറഞ്ഞത്. കൂട്ടാക്കിയില്ല. നീ ചെയ്ത തെറ്റിന് നീ അനുഭവിക്കണം. ഞാൻ എൻ്റെ മോനെ സംരക്ഷിച്ചോളാം, എനിക്ക് എൻ്റെ സമ്മതം വേണ്ട. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ കഥയും ഈ ഭാഗവത കഥയും കൂടി യാതൊരു വ്യത്യാസവുമില്ല. ലൗകികമായ കാര്യത്തിൽ ലിമിറ്റ്ലെസ് ആഗ്രഹം വന്നാൽ സത്യസന്ധത വിടും. സത്യസന്ധത വിട്ടാൽ ധർമ്മത്തിന് പകരം അധർമ്മിയായിട്ട് മാറും. ആ അധർമ്മം നമ്മളെ ഭരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ മനുഷ്യത്വം വിട്ട് മൃഗീയ വാസനകൾ കൂടെ ജീവിക്കും. ഇതാണ് ഈ കഥയുടെ താല്പര്യം. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും മൃഗീയ വാസനകൾക്ക് അടിമപ്പെടാതെ കണ്ട് എത്ര ബുദ്ധിമുട്ടിയാലും ധാർമ്മിക പന്ഥാവിലൂടെ മാത്രമേ ഞാൻ യാത്ര ചെയ്യൂ എന്ന് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാൻ സാധിച്ചാലോ ഈശ്വരൻ നമ്മുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും. അപ്പോൾ എനിക്കിന്നത് കഥ വായിക്കാനും ഇന്ന് ഇങ്ങനെ ഒരു കഥ ഇവിടെ പറയേണ്ടി വരും ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു മാനസിക എന്താണെന്ന് പറയുക ദാർഢ്യം, ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുള്ള വഴി എത്രത്തോളം കേമാണ് എന്നുള്ളത് ലൗകികത്തിൽ കൂടെ ഒരു കഥ എനിക്ക് കാണിച്ചു തരുന്നുണ്ടായി ഭഗവാൻ. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇവിടെ എന്തായി, ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചവർ അനുഷ്ഠിക്കേണ്ടതായ ശ്രുതിസ്മൃതി വിഹിത കർമ്മങ്ങൾ അനുഷ്ഠിപ്പാനും, അതായത് നമ്മൾ ഗൃഹസ്ഥാശ്രമികളെ എന്ത് ചെയ്യണം? അനുഷ്ഠിക്കണം. എന്തനുഷ്ഠിക്കണം? അതാണ് പറഞ്ഞത്. ശ്രുതിസ്മൃതി വിഹിതം, പുരാണങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുള്ള വിഹിത കർമ്മങ്ങൾ, നമ്മൾക്ക് വീതിച്ച് തന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. എന്നാൽ നമുക്ക് രക്ഷപ്പെടാം. നേരെ മറിച്ച് അവിഹിത കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തു വന്നാലോ നരകം ഫലം. അപ്പോൾ ഇതരന്മാരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുവാനും, നമ്മൾ സ്വയം അനുഷ്ഠിച്ചാൽ മതിയോ? പോരാ. നമ്മുടെ ഉറ്റ സതീർത്ഥ്യന്മാരെ, നമ്മുടെ ഒപ്പം ജീവിത സന്ധാരണം നടത്തുന്നവരെ ഈ ശ്രുതിസ്മൃതി വിഹിതമായ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കണം. അതാണിപ്പോൾ ഞാൻ ചെയ്യണത്. അത് എത്ര ആൾക്കാർ അതിൽ മുന്നേറാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യേണ്ട ധർമ്മം ഞാൻ ശരിക്കും ചെയ്യാം, അത്ര ഉദ്ദേശമുള്ളൂ.
അങ്ങനെ ആകുമ്പോൾ എന്തുണ്ട്, അനുഷ്ഠിപ്പാനും ഇതരന്മാരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുവാനും വേണ്ടി ശാസ്ത്രവിഹിത കർമാനുഷ്ഠാനം ചെയ്തു എന്നാണ്. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ അധപ്പതിക്കില്ല. ശാസ്ത്രത്തിൽ പറയാതെ കണ്ട് അങ്ങനെയുണ്ടല്ലോ, അതാണ് ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ അല്ലേ. അതുകൊണ്ട് ശാസ്ത്രവിഹിത കർമാനുഷ്ഠാനം ചെയ്തു. ഇന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തി എന്നു പേരായ സ്വഭാര്യയിൽ, അതാണ് ഈ ജയന്തി എന്നുള്ളത് ഇന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തി എന്നു പേരായ സ്വഭാര്യ, അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഋഷഭദേവൻ്റെ ഭാര്യയിൽ ആത്മതുല്യന്മാരായ 100 പുത്രന്മാരെ ജനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.